കോതമംഗലം നിവാസികൾക്ക് കരുതലും കൈത്താങ്ങുമായി 18-ാം വാർഡ് കൗൺസിലർ ഷിബു കുര്യാക്കോസ്. സ്വന്തമായി വീടില്ലാത്തവർക്ക് വേണ്ടി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച 25 ഭവനങ്ങളുടെ താക്കോൽദാനവും സമർപ്പണവും നടന്നു. ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളത്തിൽ ആദ്യമായാണ് ഒരു മുനിസിപ്പൽ കൌൺസിലറുടെ നേതൃത്വത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി 25 വീടുകൾ നൽകുന്ന പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ ഒരു ഒറ്റ സ്വപ്ന പ്രവൃത്തി കൊണ്ട് കോതമംഗലം നഗരസഭയിലെ 18-ാം വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് പൊതുപ്രവർത്തകർക്കിടയിലെ വേറിട്ട മുഖമായി മാറിക്കഴിഞ്ഞു. തലചായ്ക്കാൻ ഒരു ഇടം ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയ 25 ഭവനങ്ങളുടെ സമർപ്പണം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ചടങ്ങിൽ നിങ്ങളോട് എല്ലാവരോടുമൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ചെറിയ അസൂയുണ്ട്. 25 വീട് ഒറ്റയടിക്ക് പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ ജനപ്രതിനിധികളായ ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ചെറിയ അസൂയ അറിയാം. ഇതൊരു വിസ്മയമാണ്. ഒരു കൗൺസിലർ മുൻകൈയെടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഒരു കൗൺസിലർ മുൻകൈയെടുത്ത് ഒരു മുനിസിപ്പാലിറ്റിയിൽ 25 വീട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അർപ്പണബോധം, അതിന്റെ ഒരു നിശ്ചയദാർഢ്യം ഞാനിവിടെ ചോദിച്ചോണ്ടിരിക്കുക എല്ലാവരോടും. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? ഇപ്പൊ ഡീൻ പറഞ്ഞു, മാത്യു പറഞ്ഞു, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. വേണമെങ്കിൽ അതൊക്കെ നമ്മളത് ശ്രദ്ധിക്കാതെ അതൊക്കെ ഓരോ വീട്ടിലെ കാര്യം എന്ന് വിചാരിക്കാം. പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധിക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെ വിചാരിച്ചാൽ അയാൾ ജനപ്രതിനിധി അല്ല, പൊതുപ്രവർത്തകനല്ല, രാഷ്ട്രീയ പ്രവർത്തകനല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്താണ്? ഞാൻ കരുതുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മറ്റുള്ളവന്റെ കണ്ണീര് തുടയ്ക്കാൻ, അവന്റെ സങ്കടം മാറ്റാൻ, അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം. പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോഴാണ് ആ സങ്കടം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആർദ്രതയുടെ ഒരു നനവുണ്ടാവണം. എല്ലാ ജനപ്രതിനിധികൾക്കും മാതൃകയാണ് ഷിബു ചെയ്ത കാര്യം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മറ്റുള്ളവന്റെ കണ്ണീര് തുടയ്ക്കുവാനും അവന്റെ സങ്കടം മാറ്റാനും നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും വാസയോഗ്യമായ വീടില്ലാത്തവർക്കും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കിയത്. ചലച്ചിത്ര താരം സിദ്ദിഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം ഈ ഒരു ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചത്. ഇതിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷിബു ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മൾ വീടില്ലാത്ത ഒരാൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ഒരു വീടില്ലാത്തതിന്റെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു വീട് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഒരു വീട് സ്വന്തമാക്കാൻ കഴിയുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. നമുക്ക് കിട്ടിയ ഒരു വലിയ മഹാഭാഗ്യമാണ്. നമ്മളായിട്ട് ബുദ്ധിമുട്ടി നമ്മൾ ഒരുപാട് അതിന്റെ പ്രയാസങ്ങൾ അറിയാതെ നമുക്ക് സ്വന്തമായിട്ട് വീട് കിട്ടുക എന്ന് പറയുന്നത്. അതിന് മുൻകൈ എടുത്ത എന്റെ ആത്മാർത്ഥ സുഹൃത്തായ ഷിബുവിനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കോതമംഗലം രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോർജ് മഠത്തിൽ കണ്ടത്തിൽ, ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത എന്നിവർ ആശീർവദിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം.പി, എം.എൽ.എമാരായ റോജി എം. ജോൺ, മാത്യു കുഴൽനാടൻ, എൽദോസ് കുന്നപ്പള്ളി, മുൻമന്ത്രി ടി.യു. കുരുവിള, മനോജ് മൂത്തേടൻ, എ.ജി. ജോർജ്, ഷിബു തെക്കുംപുറം തുടങ്ങിയവർ സംസാരിച്ചു. PMAY, കോതമംഗലം ലയൺസ് ക്ലബ്ബ്, EPP ചാരിറ്റബിൾ ട്രസ്റ്റ്, ബേസിൽ കോട്ടാഞ്ചേരിയിൽ, യൂസഫ് KM, രാജേഷ് മാത്യു, ജേക്കബ് C, ജോർജ് പെരിങ്ങാട്ടുപറമ്പിൽ, P.O. പൗലോസ്, മൈദീൻ ഇഞ്ചക്കുടി തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് പദ്ധതി പൂർത്തീകരിച്ചതെന്ന് അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് വ്യക്തമാക്കി. മീഡിയ 60 കോതമംഗലം.